ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച രാവിലെ എണീറ്റ് എൻ്റെ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് 10:30 മണിയായതേ ഉള്ളൂ. ഇപ്പോൾ ധ്യാനം ട്യൂഷനൊക്കെ വിട്ട ശേഷം ഞാൻ കുളിച്ച് വൃത്തിയായി റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അവർ ഹെവൻ ബൈ ആര്യ എന്നെൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ മാറ്റിയിട്ടുണ്ട് ഗൈസ്. ചോറൊക്കെ വെച്ചിട്ടുണ്ട്, ചോറ് വെച്ചു, കണ്ടു. മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തത്, തിളപ്പിച്ച് വെച്ചു. മീൻ ഫ്രൈ ചെയ്തു, തോരൻ വെച്ചു, കിഴങ്ങ് അല്ലെങ്കിൽ കപ്പ, എല്ലാ ജോലി രാവിലെ. ഇന്ന് ഞാൻ എന്തായാലും ഞായറാഴ്ച ആയാലും മണിയാകുമ്പോൾ എനിക്ക് ഉറക്കം എണീക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ലിയോ നമ്മളിവിടേക്ക് അപ്പിയിട്ട് വയ്ക്കും. അവനെ 6 മണിക്ക് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയത്ത് ശീലിപ്പിച്ച് ആ സമയത്ത് നമ്മൾ തുറന്നു വിടണം. അപ്പോൾ അവനെ തുറന്നു വിടാനായിട്ട് രാവിലെ ഞാൻ എന്തായാലും ഞായറാഴ്ച ദിവസം 6 മണിക്കാകുമ്പോൾ എണീക്കും. പിന്നെ ചിലപ്പോൾ എനിക്ക് രാവിലെ എനിക്ക് ക്ലാസ് ഉണ്ടാവും. അപ്പം 6:30-7 മണിക്ക് ക്ലാസ് കാണും ചിലപ്പം. ഇന്നപ്പോൾ ആ സമയത്തില്ല. ഇനിയിപ്പം ഉച്ചയ്ക്ക് ഏകദേശം ഉച്ചയ്ക്ക് ആകുമ്പോൾ എനിക്ക് ക്ലാസ്സിന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സാർ. അപ്പം രാവിലെ അവനെ ചോറൊക്കെ കൊടുത്ത് കൂട്ടിലാക്കിയിട്ടുണ്ട്. കാണുന്നില്ല ഉറക്കം. അപ്പം നമ്മൾ ഇവിടെ നിന്നൊരു വലിയ കൊല എന്തോ ഇനമാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ചേട്ടനെ അവർ പറ്റിച്ചാണ്. 10-60 കന്ന് കൊടുത്തേ ചേട്ടാ. അതിൽ കുറേയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഒരു കദളിയാണ്, അങ്ങനെ എന്തൊക്കെയാണ് പറയുക, വേറെ സാധനം നിൽപ്പുണ്ട്. ഇതെന്തോ ഒരു കൊല, അത്രയും വലിയ കൊലയാണ്. പക്ഷേ അത് വെയിറ്റ് കാരണം അത് ഒടിഞ്ഞ് വീണിട്ടുണ്ട്. പഴമൊന്നും വലിയ ടേസ്റ്റൊന്നും ഇല്ലെന്നാണ് പറഞ്ഞറിവ്. അവിടെ ഒരു നിൽപ്പുണ്ട്. അതും ഈ പറഞ്ഞ പോലെ വലിയ ഉപയോഗമൊന്നും വരത്തില്ലെന്ന് തോന്നുന്നു. നമ്മുടെ വീട്ടിൽ ഹൈറ്റിലാണ് ഇതൊക്കെ പിടിക്കുന്നത്. അപ്പോൾ അത് വലിയ ഉപയോഗമൊന്നുമില്ല. രണ്ടും തന്നെ ഇവിടെ ഫ്രണ്ടിലൊക്കെ നിങ്ങൾക്ക് കഴിച്ചു. എന്തൊക്കെയാണ് എൻ്റെ കപ്പ, മറ്റേ ഇതുണ്ടല്ലോ, തൊണ്ട വയ്യാട്ട സൗണ്ട് പറഞ്ഞു. കപ്പയും മറ്റേ പഴത്തിൻ്റെ പേരെന്താ, പൂവനൊക്കെ പിടിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് കുറച്ച് തൂപ്പ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. രാഘവക്കും തൂക്കണം, ഒന്ന് പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടി തുടയ്ക്കണം, വലയൊക്കെ അടിച്ച് വലയടിക്കണം. വീട്ടിലെ കാട്ടാളനെ കാണിച്ചു തരാം. എല്ലാ ആഴ്ചയും വ്ളോഗിൽ ഞാൻ പറയുന്ന കാട്ടാളൻ മുടിയും വളർത്തി താടിയും വളർത്തി നടക്കുകയാണ്. രോഗിയാണ്. രോഗിക്കിപ്പോൾ എങ്ങനെയുണ്ട്, ശുശു പോകുന്നുണ്ടോ എന്നൊക്കെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. വ്ളോഗേഴ്സ് എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു. ഇപ്പം ആ കമൻ്റെ അടുത്ത് വായിച്ചു നോക്കാൻ അതുണ്ട്, ശുശു പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. എന്ത് പറയുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു 2 ദിവസത്തേക്ക്. എന്താണ് നിങ്ങൾ വേദനയെ പറ്റി നിങ്ങൾ കുറച്ച് വാക്കുകൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇട്ട് പറയും. എന്തായിരുന്നാലും എക്സ്പീരിയൻസ് താങ്കളൊന്ന് ഷെയർ ചെയ്യൂ. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യേ, അറിയണ്ടേ എന്തൊക്കെ. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല, വേണ്ട നമുക്കിപ്പോൾ എന്താ. അപ്പം ഞാൻ തൂക്കട്ടെ കേസ്. അപ്പോൾ എനിക്ക് ധ്യാനദിവസം രാവിലെ എപ്പോൾ ആയപ്പോഴത്തേക്ക് ഒരാൾ വന്നു നിന്നാൽ എനിക്കും അത് മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ സൗകര്യം അത് ഉണ്ടാക്കി കുഴിച്ചിട്ട് നമ്മൾ രാവിലത്തെ പരിപാടി നോക്കി കേട്ടോ. അപ്പോൾ അത് നോക്കുമ്പോൾ എന്നെ സാറ് വിളിക്കുന്നത് ക്ലാസ്സിൽ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോൾ ധ്യാനദിവസം ട്യൂഷന് പോയിട്ട് വന്നു കേട്ടോ. അപ്പം സമയം വരെ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് വിളിക്കാനായിട്ട് എന്നെ ഇവിടെ വഴിയിൽ ഇറക്കിയിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പം ഞാൻ പതുക്കെ നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുമ്മാ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടല്ലോ. അങ്ങനെ പതുക്കെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനപ്പോൾ നടന്നു. ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ ക്യാമറയുടെ സ്റ്റാൻഡ് ഇത്രയും പൊക്കത്തിൽ വന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഈ ഒരു നിമിഷത്തിലാണ് സത്യം മനസ്സിലാക്കുന്നത്. ഈ തുണി കൊടുക്കാത്ത ചോറ് കഴിക്കാറാണ്, ചോറിടാം. ഇപ്പൊ 2 പ്ലേറ്റിലെ ചോറ് എടുക്കുന്നുള്ളൂ. ഞാനും ഒരു പ്ലേറ്റിലാണ് കഴിക്കണം.
ഹലോ ഗായ്സ്, ഞാൻ ഒന്ന് കിടന്നുറങ്ങി. രാവിലെ എണീറ്റല്ലേ, പിന്നെയൊക്കെ പറക്കി വെളിയിൽ കളഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങി. അപ്പോഴത്തേക്ക് ഇതാ ഇവിടെ എടുത്ത് നിൽക്കണം. അവൻ തുറന്നുവിടാനുള്ള സമയമായി. പിന്നെ ഞാൻ തൂപ്പിന്റെ പരിപാടിയിലേക്ക് ഇറങ്ങി കേട്ടോ. തോനെ ചവറുണ്ടായിരുന്നു. മഴയിലായിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തൂത്ത് മാറ്റാന്ന് വിചാരിച്ചു. മഴ ഇടിയും മിന്നലൊക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് തൂത്തുമാറ്റി കുറേ ചെടിയൊക്കെ മുറിച്ച് വെക്കാനുണ്ട്. അതൊക്കെ വെറുതെ ഇതിൻ്റെ ഇടയിൽ കയറി തൂക്കുന്ന ഒരു വലിയ ചേട്ടൻ കാണുന്നു. കോതി നിർത്താൻ പോലെ എൻ്റെ മനോഹരമായ സ്നേഹമയായ ചേട്ടൻ ഒരു വിധത്തിൽ കേൾക്കത്തില്ല. എന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തി ഞാൻ അവിടെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കരുത്. അപ്പോൾ ധ്യാനം തുടങ്ങുന്നുണ്ട്. ഏതോ ഒരു പുഴു കേട്ടോ, അത് ഇരുന്നിട്ട് ആ ഇല മൊത്തം വെട്ടി കഴിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചേക്കുന്നത്. സൂം ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. സാധനം കാണുന്നുണ്ട്, പച്ചക്കളറൊക്കെ ഉണ്ടോ. അപ്പോൾ പിന്നെ അവനെ എടുത്ത വീഡിയോ ഇല്ലേ, പാവം അങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടേക്കുന്നതിന്. അപ്പോഴും നമ്മുടെ ഫ്രാങ്കി അപ്പുറത്തുനിന്ന് അമ്പുവിൻ്റെ കൂട്ടുകാരൻ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ പോയി കണ്ടില്ലെന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ പോയി കാണും. ഞാൻ അതിൻ്റെ മേളിൽ നിന്ന് എടുക്കുന്നതാണ്. ധ്യാനൂസ് അവിടെ പോയി നിന്ന് അവനെ കിക്കിയൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ ധ്യാനൂസിന് അറിയാം ഇത് പോയിട്ട് കുറേ നാളായി വന്ന് കണ്ടില്ല. ഏകദേശം വേറെ പൂച്ചയുണ്ട് അകത്താണ്. അപ്പോൾ ഫ്രാങ്കി എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അറിയാം. ധ്യാനൂസിനെ കണ്ടപ്പോൾ കളിക്കാനായിട്ട് ഇങ്ങനെ ഇരുന്ന് കൊടുക്കുകയാണ്. ഹലോ ഗായ്സ്, ഫുള്ള് തൂത്ത് പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഇതിനകത്ത് കയറി. എനിക്കാണെങ്കിൽ വീഡിയോ ഭയങ്കര ചവറായിരുന്നു. ഇന്ന് മഴയില്ലാതെ നിൽക്കുന്നതുകൊണ്ടെല്ലാം തൂക്കാൻ പറ്റി. നാളെ 1-ാം തീയതി അല്ലേ, വൃശ്ചിക 1 പിന്നെ തൂത്ത് ഇപ്പം അകം കൂടെ ഒന്ന് തുടയ്ക്കണം. അപ്പോഴത്തേക്ക് സെറ്റ്. ചായ ഇട്ട് കുടിക്കട്ടെ. ഹലോ ഗായ്സ്, ചായ ഇട്ടിരിക്കുകയാണ്. ചായ ഇട്ട പക്ഷെ നല്ല സ്നാക്സുകളൊക്കെ മൊത്തമായിരുന്നു. ഇവർക്ക് വേണ്ടത് കോഫി, എനിക്ക് ചായ. കോഫി ധ്യാനിച്ച് ഞാൻ കൊടുക്കുന്നതല്ല, മുറുക്കും കേക്കും മാത്രമേ ഉള്ളൂ ഗൈസ്. എൻ്റെ ടിന്നൊഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് വാങ്ങിക്കണം. മലക്കറി വാങ്ങിക്കണം. രാജകുമാരിയിലോട്ട് പോകണം. അല്ലേ ധ്യാനൂസ്? ധ്യാനൂസ് ഉടുപ്പിടാതിരിക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കില്ല. തല മാത്രം മതി. അപ്പം നമ്മൾ ചായ കുടിക്കട്ടെ. അപ്പം എല്ലാം തൂക്കുന്നതോടൊപ്പം തേപ്പും കഴുകലും എല്ലാം കഴിഞ്ഞ ശേഷം എന്താ വിളക്കൊക്കെ കത്തിച്ച് ഞാൻ വിളിക്കും. ഇന്ന് ഞാൻ ഇതിലാണ് വിളക്ക് കത്തിച്ചേട്ടോ. അപ്പം നാളത്തേക്ക് ഞാൻ വിളക്കൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം വരുമ്പോൾ ലേറ്റ് ആവത്തില്ലേ, 1-ാം തീയതി അല്ലേ, നാളെ അമ്പലത്തിൽ പോകണം വൈകുന്നേരം. അതുകൊണ്ട് ഇതിലാണ് വെച്ചത്. അങ്ങനെ നമ്മൾ സാധനം വാങ്ങിക്കാനായിട്ട് കല്ലമ്പലത്തേക്ക് ഇറങ്ങിയിട്ട് രാജകുമാരിലേക്കാണ് പോകുന്നത്. അപ്പോൾ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഓടിപ്പോകും. നമ്മുടെ സ്വന്തം രാജകുമാരി നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്നും മലക്കറി വാങ്ങിക്കുന്നത് ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഐറ്റംസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ. അപ്പോൾ ധ്യാനം വീഡിയോ എടുത്തു തന്നു. അപ്പോൾ ഞാൻ മലക്കറിയും കാര്യങ്ങളൊക്കെ ഒരാഴ്ച ആകുമ്പോഴാണ് എടുക്കുന്നത് കേട്ടോ. ശനിയാഴ്ചയാണ് എടുക്കുന്നത്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ല. പോയി എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ അവിടെ തന്നെ കയറി കേട്ടോ. നമ്മൾ ചട്നി മാമി പോകുന്ന പ്ലാൻ ചെയ്തിട്ട് നടന്നില്ല. പിന്നെ നമ്മളതായിട്ട് തന്നെ ഇങ്ങോട്ടുനിന്ന് ഫുഡും കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പം താടിയും തടവി മീശ തടവി ഇരിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഷാടെ ഫ്രൈഡ് റൈസ് വാങ്ങിയിട്ട് ഞാനും ഒരു ബറോട്ടയൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ ഇരുന്ന് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് രാത്രി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരും. അപ്പോൾ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചത് ഫുൾ അടിച്ച് ഞാനും ധ്യാനൂസും കൂടെ ഒരു ക്വാർട്ടർ ചിക്കനൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഒരു ലെമൺ ജ്യൂസും കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുക. അപ്പോഴത്തേക്ക് കൈ കഴുകാൻ കയറിയപ്പോൾ നല്ല കണ്ണാടി കണ്ടപ്പോൾ നമ്മൾ ചെറിയ വീഡിയോ എടുത്താണ്. ഞാനും ധ്യാനൂസും മാത്രമേ ഉള്ളൂ. ചേട്ടൻ നേരത്തെ കഴിച്ചിട്ട് പുറത്തിറങ്ങി പോയി. രാജകുമാരിന്ന് മലക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കണം. ഇന്നലെ വാങ്ങിക്കാനുള്ളതാണ്. ഇന്നലെ മഴ കാരണം പോകാൻ പറ്റത്തോണ്ട് ഇന്നത്തേക്ക് ആക്കിയതാണ് കേട്ടോ. പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കേ. അപ്പോൾ ഒരു ബക്കറ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. ആ ബക്കറ്റും വാങ്ങിച്ച് ബക്കറ്റ് നിറയെ സ്നാക്സുമായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക.